വേനൽക്കാലമായ ശീതളപാനീയങ്ങൾക്ക് നല്ല കാലം തന്നെയാണ്. അത്തരത്തിൽ ശീതളപാനീയത്തിൽ ഒരു കിടു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് എറണാകുളം സ്വദേശി നിസ. സംഗതി മുന്തിരി സോഡയാണ് സംഭവം. എന്താ കിടുവല്ലേ? അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അധികമൊന്നും കേട്ടുപരിചയമില്ലാത്ത ഒരു ശീതളപാനീയം തേടിയാണ് നൂറുകണക്കിന് ആളുകൾ നിസാമിന്റെ കലൂർ സ്റ്റേഡിയം റോഡിലെ കടയിലെത്തുന്നത്. 4 മാസം മുൻപാണ് സ്റ്റേഡിയം ലിങ്ക് റോഡിന് സമീപത്ത് നിസാമും ഭാര്യ വിദ്യയും ചേർന്ന് ഒമ്നി വാനിൽ ശീതളപാനീയ വിൽപ്പന ആരംഭിച്ചത്. അതങ്ങനെ മുന്നോട്ട് പോകവേ ചൂട് കനത്തപ്പോഴാണ് ഹോട്ടലുകളിലെ കുക്കായ നിസാമിന്റെ മനസ്സിൽ 1 മാസം മുൻപ് പുതിയ പരീക്ഷണം നടത്തിയാലോ എന്ന തോന്നലുണ്ടായത്. അങ്ങനെയാണ് മുന്തിരി സോഡ തയ്യാറായത്. ചെയ്ത് നോക്കിയതാണല്ലേ? എങ്ങനെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മുന്തിരി അതിനകത്ത് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക. പട്ട, ഗ്രാമ്പു, ഏലക്ക, കാന്താരി. കാന്താരി ഇടുന്നതിൻ്റെ പ്രത്യേകത ചെറിയ എരിവിന് വേണ്ടി. എങ്ങനെ ഇതിൻ്റെ റേറ്റ്? 40 രൂപ. ഒരു സോഡ മുന്തിരി പഴുപ്പ് നമ്മൾ കുപ്പി കൊടുത്തു വിടും. കുപ്പി ഫ്രീ ആണല്ലേ? കുപ്പി അത് ഒറ്റ തവണ ഉപയോഗമുള്ളൂ? ഒറ്റ തവണ ഉപയോഗം. വേറെ എന്തൊക്കെയല്ലേ? വേറെ സംഭാര സോഡ, സംഭാരം, പിന്നെ കാന്താരി സോഡ, റോസ് മിൽക്ക്, മുന്തിരിപ്പാൽ സർവത്ത്, സോഡ സർവത്ത്, സോഡ. മുന്തിരി സോഡ തയ്യാറാക്കുന്നത് ഇങ്ങനെ. മുന്തിരിയുടെ പൾപ്പ്, സോഡ, അല്പ പഞ്ചസാര, കാന്താരി അരച്ചത് എന്നിവയ്ക്കൊപ്പം തണുത്ത സോഡ മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി തരും. പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ആദ്യം നേരത്തെ തയ്യാറാക്കിയ മുന്തിരി പൾപ്പ് ഒഴിച്ച ശേഷമാണ് മിക്സ് ആക്കുന്നത്. ഉപയോഗിച്ച ശേഷം കുപ്പി ഉപേക്ഷിക്കാം. അത്തരം കുപ്പികൾ പിന്നീട് ഉപയോഗിക്കില്ല. മേക്കിംഗ് വീഡിയോ ഉൾപ്പെടെ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ സംഗതി വൈറലായി. മുന്തിരി നമ്മൾ വീട്ടിൽ തന്നെ പൾപ്പാക്കി ശരിയാക്കുന്നത്, പുറത്തുനിന്നുള്ള ഐറ്റമൊന്നുമില്ല. നമ്മളാ മുന്തിരി വണ്ടിക്കകത്തിരിക്കുന്ന മുന്തിരി നാളത്തേക്കുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്? നമ്മുടെ മുന്തിരി ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് എടുക്കും. പേരൊന്ന് പറയാമോ? നിസാം. കൂടെ ഉള്ളത് വൈഫാ വിദ്യ. എവിടെ നിങ്ങളുടെ? ഞങ്ങളിവിടെ വൈറ്റില. ഇപ്പോൾ രാവിലെ 11-ന് മുന്നേ തന്നെ ഇവിടേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നിസാമിന്റെ മുന്തിരി സോഡ തേടി എത്തും. ഓഫീസുകളിലേക്കും മറ്റും 10-15 എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഏറെയാണ്. ഒമ്നി വാനിൽ താൽക്കാലികമായി ഒരുക്കിയ കടയുടെ മുന്നിൽ മുന്തിരി സോഡയുടെ ആവശ്യക്കാരുടെ വലിയ കൂട്ടമാണ് എപ്പോഴും. പലപ്പോഴും വാഹനങ്ങൾ നിർത്താൻ സ്ഥലമില്ലാത്ത പോലെ തിരക്കേറും. 300-ലേറെ മുന്തിരി സോഡയാണ് മിക്ക ദിവസങ്ങളിലും വിറ്റുപോകുന്നത്. അതിനു പുറമെ മുന്തിരി പാൽ സർബത്തുമുണ്ട്. സോഡ സംഭാരം, കാന്താരി സോഡ, റോസ് മിൽക്ക് എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും മുന്തിരി സോഡ തേടിയെത്തുന്നവർ നിരവധിയാണ്. പരീക്ഷണം വിജയിച്ചതിന്റെ സന്തോഷമാണ് നിസാമിന്. ഏതായാലും ഈ മുന്തിരി സോഡ തേടിയെത്തി ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ എത്താറുണ്ട്. എന്തായാലും നിസാം വളരെ ഹാപ്പിയാണ്.